നിയുക്ത കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ് എന്നിവരും സണ്ണി ജോസഫിനൊപ്പം ഉണ്ടായിരുന്നു. 7:30യോടെയാണ് നേതാക്കൾ തൃശൂരിലെത്തിയത്. കരുണാകരന്റെ ഓർമ്മകൾ ഊർജ്ജം പകരുന്നതാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും നേതാക്കൾ പുഷ്പാർച്ചന നടത്തും. കെപിസിസിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃശ്ശൂരിലെത്തി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലീഡറിൽ നിന്ന് ലഭിച്ച ആവേശകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജം ഞങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നു. ഇനിയും ബഹുമാന്യനായ കേരളത്തിൻ്റെ ജനകീയ നേതാവ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിലേക്ക്, കല്ലറയിലേക്ക്, പുതുപ്പള്ളിയിലേക്ക് ഞങ്ങൾ പോകുന്നു. എല്ലാവരും അവിടെയും പ്രണാമമർപ്പിച്ച് തിരുവനന്തപുരത്തേക്ക്. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച ശേഷമുള്ള പ്രസ്താവനയായിരുന്നു കണ്ടത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരും. അത് പുതുപ്പള്ളിയിൽ എത്തിയോ തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, നിയുക്ത കെപിസിസി അധ്യക്ഷനും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും ഒക്കെ ഇപ്പോൾ പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അവിടെ സന്ദർശനം തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിൽസി 10:30 ശേഷം പുതുപ്പള്ളിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാവിലെ തൃശ്ശൂരിലെത്തിയ ശേഷം ആണ് ഇവിടേക്ക് തിരിച്ചത്. എന്തായാലും സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് മുതിർന്ന നേതാക്കളുടെ കല്ലറകളിലും ശവകുടീരങ്ങളിലും എത്തി പ്രാർത്ഥന നടത്തുക, പുഷ്പാർച്ചന നടത്തുക എന്നതിന്റെ ഭാഗമായാണ് പുതുപ്പള്ളിയിലും തൃശ്ശൂരിലും എത്തുന്നതെന്ന് നിയുക്ത കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടാനാവാത്ത നേതാക്കൾ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും. ആ നിലയ്ക്കാണ് അവർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുന്നത്. നേരത്തെ അടൂർ പ്രകാശ് MP UDF കൺവീനർ സ്ഥാനം എടുക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ സന്ദർശനം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴൊക്കെയും പ്രവർത്തകരൊക്കെയും ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. 10:00 പുതുപ്പള്ളി പള്ളിയിലെത്തി അവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷം പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആന്റണി എന്ന നേരത്തെ കോട്ടയത്ത് നിന്ന് ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നതാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.